എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ ബോയിൽഡ് എഗ്സ് ഫില്ല് ചെയ്തിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ചാണ്. തീർച്ചയായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റിയൊരു സാൻഡ്വിച്ച് കൂടെയാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനായി എടുത്തിട്ടുള്ളത് 2 മുട്ട പുഴുങ്ങി ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, മല്ലിയില ഒരു 1/2 സ്പൂണോളം, കുരുമുളക് പൊടിയാണ് അതൊരു 1/2 സ്പൂണോളം, പിന്നെ വേണ്ടത് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ഉപ്പ് ഒരു 1/4 സ്പൂണോളം. ബ്രെഡിൽ ഓൾറെഡി ഉപ്പുള്ള കാരണം കുറച്ച് ഉപ്പ് ചേർത്തിയാൽ മതി. പിന്നെ പച്ചമുളക് അതൊരു 1/2 സ്പൂണ് ചേർക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബ്രെഡ് തന്നെ. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ പൊടിച്ച് വെച്ച മുട്ടയിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം സവാള, പിന്നെ പച്ചമുളക് ഞാനൊരു 1/4 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണെന്ന് പറഞ്ഞു. പക്ഷെ അത് നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പച്ചമുളക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പെപ്പർ പൗഡർ ഉള്ള കാരണം പച്ചമുളക് അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ ഉപ്പും ഒരു ലേശം ചേർത്താൽ മതി. ബ്രെഡിലുള്ള ഓൾറെഡി ഉപ്പുള്ള കാരണം നമുക്ക് ഈ ഫില്ലിങ്ങിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഫില്ലിങ്ങും എല്ലാം എഗ്ഗിലെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരുന്ന വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യം ഒരു ബ്രെഡ് എടുത്ത് അതിലൊന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് അത് ഈ ബ്രെഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് 2 പുഴുങ്ങിയ എഗ്ഗ് കൊണ്ട് 4-5 സാൻഡ്വിച്ച് വരെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വേറൊരു ബ്രെഡ് സ്ലൈസിലും ഇതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഫില്ലിങ്ങിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കിത് ഫ്രൈയിങ് പാനിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ചൂടായ ഫ്രൈയിങ് പാനിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കതിന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡി ആയിക്കോളും. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടോ, നമ്മുടെ സാൻഡ്വിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻസ് കൊടുത്താൽ ഞാനിപ്പോൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാണും. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.